ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് പൂജയുടെ അന്നല്ലേ? അതെ. അപ്പോ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നെടുത്ത മണിമാല നഷ്ടപ്പെട്ടോ? മണിമാല നഷ്ടമായിട്ടില്ല. ചില സമയത്ത് അമ്മയ്ക്ക് മോളെ കാണണമെന്ന് തോന്നും. അതാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നത്. അതിനെന്താ അമ്മേ, എപ്പ വേണമെങ്കിലും വിളിച്ചോ, ഞാൻ വന്ന് കണ്ടോളാം അമ്മേ. എനിക്കും അമ്മയെ കാണുന്നത് വലിയ സന്തോഷം തന്നെയാ. എക്സ്ക്യൂസ് മീ. ഇവനെന്താ ഫോൺ കട്ട് ഹലോ അമ്മേ, ഒരു മിനിറ്റ്. ദേ നീതു, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തമ്പ്രാട്ടി തമ്പ്രാട്ടി എന്ന് വിളിക്കരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ലാത്തോണ്ടാ പറയുന്നേ. രാജകുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി നീ എന്നെ തമ്പുരാട്ടി എന്നൊന്നും വിളിക്കണ്ട, ഐശ്വര്യ എന്ന് വിളിച്ചാ മതി. മനസ്സിലാവുന്നുണ്ടോ? ശരി, എന്താ ഇപ്പൊ വിളിച്ചേ? ആഭരണങ്ങളോ? ഏതാഭരണം? ഓ, അത്രയുള്ളോ? നീ എടുത്ത് ഉപയോഗിച്ചോ? ഞാനേ ഇടുന്നില്ല, നിനക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ. പിന്നെ എനിക്കെന്റെ മുത്തശ്ശി തന്നൊരു നെക്ലസ് ഉണ്ട്, അത് ഞാൻ തരില്ല കേട്ടോ. അതെന്റെ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചിട്ടുള്ളതാ. മാത്രല്ല റോയൽ സീലുള്ള ഒന്നും ഞാൻ നിനക്ക് തരില്ല. ബാക്കിയെല്ലാം നീ എടുത്തോ, ഉപയോഗം കഴിഞ്ഞിട്ട് തന്നാ മതി. ഞാനേ ഇപ്പൊ വേറൊരു സ്ഥലത്താ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. ഇവളുടെ മുത്തശ്ശി കൊടുത്ത മാലയാവോ ഇനി മണിമാല? എന്തായാലും രാജകൊട്ടാരവുമായിട്ട് ഇവൾക്കൊരു ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പാ. അമ്മ എന്താ ആലോചിക്കുന്നേ? ഹേയ്, ഒന്നുമില്ല. തമ്പുരാട്ടിന്ന് വിളിച്ചത് മോൾക്ക് തീരെ ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അമ്മ, എന്റെ അമ്മയാണ് രാജകുടുംബമായി ബന്ധം. ആ ഒരു ബന്ധം എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞു നടക്കാറില്ല. തമ്പുരാട്ടി എന്ന് എന്നെ വിളിക്കുന്നതേ എനിക്കിഷ്ടല്ലമ്മേ. One minute. Sure. പറ. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചാ. മണിമാലയുമായി ബന്ധമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. ഏത് പെൺകുട്ടി? ശിവദാസന്റെ മൂത്ത മോൾ. ഉടനെ ഞാൻ അവളെ പൊക്കും. അവളെ വെച്ച് മണിമാല കണ്ടുപിടിക്കുകയും ചെയ്യും. ഞാനും എന്റെ വഴിക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ മണിമാല എനിക്ക് വേണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ചിന്നു, നീ ഇവിടെ നിൽക്കാണോ? അമ്മ എവിടെ? അമ്മ ഔട്ട് ഹൗസിലുണ്ട്. നിനക്കെന്താ എന്നോട് ദേഷ്യാണോ? എടി, മുന്നേ ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ നിൽക്കാൻ. സത്യം പറഞ്ഞ ചേച്ചി പറയുന്നതും ചെയ്യുന്നതും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
എത്ര നാളെന്ന് കരുതിയാ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നേ? എന്നായാലും എല്ലാരും അറിയും. അറിയില്ല. അങ്ങനെ അറിയാതിരിക്കാനാ നിന്നെയും അമ്മയും കണ്ടിട്ട് പോലും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. അർജുൻ സാറിന്റെ താലി എന്റെ കഴുത്തിൽ വീണാൽ ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിങ്ങളും കൂടിയാ. ഞാൻ ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം കൂടി എന്റെ തലയിൽ വെച്ച് തരരുത്. അപ്പോഴെനിക്ക് ദേഷ്യം വരുന്നത്. എന്റെ മുന്നിൽ ഇപ്പൊ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരണമെന്നുള്ള ലക്ഷ്യം. അതിനിടയിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. അച്ഛനെ വല്ലപ്പോഴൊന്ന് വിളിച്ച് സംസാരിക്കണം. നല്ല വിഷമമുണ്ട് ആ പാവത്തിന്. ഞാൻ അച്ഛനെ പോയി കണ്ടിരുന്നല്ലോ. കണ്ടോ? എപ്പോ? കാണുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. അത് ഞാൻ അറിഞ്ഞില്ല. അറിയില്ല. ഞാൻ ചെയ്യുന്നൊന്നും നിങ്ങളാരും അറിയുന്നില്ലല്ലോ, എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഞാൻ അച്ഛനെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പിന്നെ വേറൊരു കാര്യം, അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. അപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മൊത്തം അച്ഛന് കൊടുത്തു. ഹോസ്റ്റൽ ഫീ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശായിരുന്നു. അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ആ പാവം. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടാവോ? ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ഇപ്പൊ കയ്യിലൊന്നുമില്ല. അപ്പോ ഇവിടെ നിന്നൊന്നും തരുന്നില്ല നിനക്ക്? ഞാൻ വാങ്ങാറില്ല. എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറണം. അമ്മയും അച്ഛനെയും അങ്ങോട്ട് മാറ്റിയും വേണം. അതുകൊണ്ട് ശമ്പളം ഒരുമിച്ച് മതിയെന്ന് പറഞ്ഞിരിക്കോ? എന്നാലും സാരമില്ല, ഞാൻ ചോദിച്ചാ തരും. പൈസ ഞാൻ ഇട്ടേക്കാം. എങ്ങനെ ജീവിച്ചതാ എന്റെ മോള്? ഐശ്വര്യ, പോട്ടെ മോളെ, എന്നെ വിളിക്കുന്നുണ്ട്. ഹലോ തുമ്പി മോളെ. അച്ഛൻ ഇതെവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. എന്താ മോളെ? തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് പൂജയുടെ അന്നല്ലേ? അതെ. അപ്പോ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നെടുത്ത മണിമാല നഷ്ടപ്പെട്ടോ? മണിമാല നഷ്ടമായിട്ടില്ല. നീ ആരോടും പറയരുത്. മണിമാല ചിന്നമോളുടെ കയ്യിലുണ്ട്.